ഒരിക്കൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2 തലങ്ങളിലായി ജനകീയ ക്യാമ്പയിനുകൾ ആരംഭിച്ച ഒരു വലിയ വിഷയമാണ്. സാർ, ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ നിയോജകമണ്ഡലമായ പേരയത്ത് അമ്മയെയും മുത്തശ്ശനെയും ഒരു കുട്ടി അടിച്ചു കൊന്നു. അവൻ ലഹരിക്ക് അടിമയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആണ് 3 ആളെ ഒരാൾ കൊലപ്പെടുത്തിയത്. അയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. താമരശ്ശേരിയിൽ മകൻ അമ്മയെ കൊന്നതും കഴിഞ്ഞ ആഴ്ചയാണ്. അയാൾ ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നു. ഈ നിലയിൽ വല്ലാത്ത പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരിലെ കുട്ടികളിലെ ലഹരി വ്യാപനം വലിയൊരു പ്രശ്നമായി, സാമൂഹ്യ പ്രശ്നമായി നിൽക്കുകയാണ്. സാർ, അപ്പോൾ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, മറ്റു വകുപ്പുകളുമായി ചേർന്ന് വലിയ തോതിലുള്ള ഒരു 3ാം ഘട്ട ക്യാമ്പയിനും കൂടി സംസ്ഥാനത്ത് ജനകീയമായി തന്നെ ഞങ്ങളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾ തരികയും ചെയ്തതാണ്. അത് ആരംഭിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം ഉണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യമായി ആലോചിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായുള്ള ക്യാമ്പയിൻ വിമുക്തി എന്ന പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരികയാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നല്ല രൂപത്തിലുള്ള പരിശോധനകളും ഇടപെടലും ക്യാമ്പയിനും ശക്തിപ്പെടുത്താൻ ഇനിയും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നു.